അപ്പം ഇതാണ് കനവ് ലിവിങ് കാന്തല്ലൂരിലുള്ളത്. ഇവിടെയാണ് നമ്മൾ 2 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. ഇതിപ്പം നമ്മൾ വന്ന സമയത്തുള്ള വിഷ്വൽസാണ്. ഇത് രാത്രിയിലത്തെ ലൊക്കേഷനൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. ഒരു മലേൻ്റെ മുകളിലാണ്. പക്ഷേ നമ്മൾ 2 ദിവസം വന്ന് നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്നുള്ളൂ, അതായത് ഒരു രാത്രി. കാരണം വേറൊന്നുമല്ല, ഒന്ന് ഹോട്ട് വാട്ടർ വർക്ക് ചെയ്യത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് വന്നിട്ട് പിന്നെ തണുപ്പ് വരും. ഈ തണുപ്പത്ത് നമ്മൾ എങ്ങനെ കുടിക്കാനാണ്? പിന്നെ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന കൂട്ടേ അല്ല, വളരെ ഒരു ഫാമിലിക്ക് കംഫർട്ട് വരാത്ത രീതിയിലുള്ളൊരു സ്റ്റേ ആണിത്. ഇപ്പം കപ്പിൾസായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ വേറൊന്നും ഫ്ലഷ് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. നമ്മളിത് രാവിലെ അവിടുത്തെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമ്മളവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയായിരുന്നു. നേരെ നമ്മൾ മൂന്നാർ ടൗണിലോട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇത് ഞാൻ മേടിച്ച പുതിയ ഷർട്ടാണ്. മൂന്നാറിൽ നിന്ന് മോഹൻലാൽ ജയിലറിൻ്റെ പ്രിൻ്റ് കണ്ടപ്പോൾ ഞാൻ ഉടനെ ചാടിക്കയറി അങ്ങ് എടുത്ത് ബൊംകുട്ടിയും ഞാനും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരുന്ന വഴി നമ്മളൊരു ശർക്കര ഫാക്ടറിയിൽ ഒന്ന് നിർത്തി. ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് ഒരു ഫാക്ടറി യൂണിറ്റിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ മഴയൊക്കെ അങ്ങനെ മഴയൊന്നുമില്ല. നമ്മൾ വന്നതിന് ശേഷം നമ്മൾ റൂമിൻ്റെ അകത്താകുമ്പോൾ മാത്രമേ മഴ പെയ്യാറുള്ളൂ. നമ്മൾ പുറത്തിറങ്ങിയ മഴേനെ കാണാറേ ഇല്ല. അങ്ങനെ ഇത് ഫാക്ടറീൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ഒരു ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് ഒരു 50 രൂപയാണ്. 2 പേർക്കാകുമ്പോൾ 100 രൂപ. നമ്മൾ ആ ടിക്കറ്റും എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. ഇത് അധികം വിസിറ്റേഴ്സും ഒന്നുമില്ല കേട്ടോ. അത് അവരങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഫാക്ടറി വിസിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. നമുക്ക് പോകുന്ന വഴി വേണമെങ്കിൽ ഒന്ന് കയറി കാണാം. ടിക്കറ്റ് എൻട്രി ഫീ ഉണ്ട്. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇതുവരെയാണ് ഈ കരിമ്പിൻ്റെ ജ്യൂസും കരിമ്പിൻ്റെ ചണ്ടിയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ റാമ്പിൽ മുകളിലോട്ട് പോകുന്നതാണ് ചണ്ടി. അപ്പം ജ്യൂസ് അടിയിലൊരു പൈപ്പുണ്ട്, അതുവഴി ഒഴുകി വേറൊരു ടാങ്കിലോട്ട് പോകും, കളക്ഷൻ ടാങ്കിലോട്ട് പോകും. ഇത് ഒത്തിരി ഫിൽറ്ററിങ് പ്രോസസ്സൊക്കെ നടക്കുന്നതാണ്. ഒരു 6-7 ഫിൽറ്ററിങ് പ്രോസസ്സ് നടന്നിട്ടാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. കണ്ടോ, ഇതുവരെ ഇങ്ങനെ ഒഴുകി ജ്യൂസും ചണ്ടിയും സെപ്പറേറ്റ് ആയിട്ട് പോകും. ഈ ചണ്ടി എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു സസ്റ്റൈനബിൾ രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ആ കൺവെയർ ബെൽറ്റിൽ ചെന്നിട്ട് ഈ ഒരു സിലിണ്ട്രിക്കൽ യൂണിറ്റിനെ കണ്ടോ, ഇതൊരു ഡ്രയർ യൂണിറ്റാണ്. ഈ ഡ്രയർ യൂണിറ്റിൻ്റെ അകത്തോട്ടാണ് ആ ചണ്ടി പോകുന്നത്. ആ ചണ്ടി അപ്പം തന്നെ ഉണക്കി കിട്ടും. ആ ഉണങ്ങിയ ചണ്ടി തന്നെയാണ് ശർക്കര ഉണ്ടാക്കാൻ കത്തിക്കാൻ ഉപയോഗിക്കുന്നതും അതിനടിയിൽ വീഴുന്നത്. കണ്ടോ, അവിടെ നിന്ന് കറങ്ങി ഉണങ്ങിയ ചണ്ടി വന്ന് ഇത് വരും. ഇതൊരു ഡമ്മി ഒരു അടുപ്പിൻ്റെ ഇതാണ് കാണിച്ചേക്കുന്നത്. ഒറിജിനൽ ഇത് കഴിഞ്ഞിട്ട് കാണിക്കും. അവർ നമ്മളെ അടുപ്പിൻ്റെ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത്. ഇത് ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, അതാണ് ഉണങ്ങി വരുന്ന ചണ്ടി. വെള്ളമൊക്കെ മാറി ആ ഉണക്കുന്ന ആ ഡ്രയർ പ്രവർത്തിക്കുന്നതും അടുപ്പിൽ നിന്ന് വരുന്ന ഈ അവരതിനനുസരിച്ച് ഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി സക്ക് ചെയ്ത് ആ ചൂട് എയർ ഇതിൽ കൂടെ പാസ്സാകുമ്പോൾ ചണ്ടിയും ഡ്രൈ ആയി കിട്ടും. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ പിന്നെ മൊത്തം 4 മണിക്കൂർ എടുക്കും. 2 അടുപ്പുണ്ട്. ഒരെണ്ണത്തിൽ ഡയറക്റ്റായിട്ട് കത്തിക്കും, മറ്റേത് ഈ കണക്റ്റഡാണ്. ഈ ചൂട് എയർ പാസ് ചെയ്ത് ഹീറ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ 2.5 മണിക്കൂർ ഒന്നിലും 1.5 മണിക്കൂർ മറ്റേതിലും വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാവിൻ തടീൻ്റെ ഒരു തോണിയിലോട്ട് ഇവരത് സ്പ്രെഡ് ചെയ്ത് ഇതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒഴിച്ചതിന് ശേഷം 1 മണിക്കൂർ പയ്യെ ഇളക്കും. ഉരുട്ടാൻ പറ്റുന്ന പരുവാകുമ്പോൾ ഒരു 40 ഡിഗ്രി ചൂടിൽ ഇവർ ഉരുട്ടിയെടുത്ത് വേറെ ഒന്നും ചെയ്യത്തില്ല. ഇതാണ് സംഭവം. നമ്മളത് കണ്ടു. 2 പാക്കറ്റ് മേടിച്ചു. 150 രൂപയായിരുന്നു 1/2 കിലോയ്ക്ക്. അപ്പം 3-4 പാക്കറ്റ് മേടിച്ചു. ഫ്രഷ് കരിമ്പിൻ ജ്യൂസും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇതൊക്കെ കണ്ടതും അറിഞ്ഞതിലും നമുക്കറിയാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് സന്തോഷം. ഇത് കരിമ്പിൻ തോട്ടമാണ്. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി പോകുന്നവർ ഒത്തിരി പല ഫാക്ടറീസ്, കുഞ്ഞും വലുതും ചെറുതുമായിട്ടുള്ള പല ഫാക്ടറീസ് ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ യാത്ര അവളെന്തോ കായും പൂയും ഒക്കെ പറിച്ചുകൊണ്ട് വരുന്നത്. റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അവൾ എല്ലാ സാധനവും കിട്ടുന്നത് പറിച്ച് കാറിനകത്ത് കൊണ്ട് വെക്കും. അവസാനം ചീഞ്ഞിട്ട് ഞാൻ വേണം എടുത്ത് കളയാൻ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു മൂന്നാർ ടൗണിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ഡേ ആണ്. നമ്മൾ പറഞ്ഞല്ലോ അവിടുന്ന് പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് വളരെയധികം ഒരു അസ്വസ്ഥനായിരുന്നു റൂമിലിരുന്നപ്പോൾ. പക്ഷേ നമ്മളൊന്ന് യാത്ര തുടങ്ങുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ ഓണായി. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തത് അടിമാലിയിൽ നിന്നാണ്. അപ്പോൾ അടിമാലി എന്തായാലും പോവല്ലേ, താഴെ വരെ പോകാം. പിന്നെ പോകുന്ന വഴി ഇടയ്ക്ക് നല്ലൊരു വഴി തെറ്റി കയറിയതാണ്. പക്ഷേ നല്ല മനോഹരമായ 2 ഇടതും വലതും കാട് നിറഞ്ഞൊരു പ്രദേശത്തെ കൂടെ വണ്ടി ഓടിച്ചു പോയി. കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനടുത്ത് പറഞ്ഞു, ഇത്
ഇതെന്താ ഇങ്ങനെ വേറെ വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ, നമുക്ക് വഴി തെറ്റിപ്പോയോ, പേടിയായിപ്പോയി കേട്ടോ. കാരണം ആരെയും കണ്ടില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് പോയപ്പോൾ ഈ ഓട്ടോയും പിന്നെ കുറച്ച് ഒരു ഫാമിലി നടന്നു വരുന്ന ഒരു വിഷ്വൽ കണ്ടപ്പോഴാണ് അന്ന് സമാധാനമായത്. ഇത് പിന്നെ നമ്മൾ പോകുന്ന വഴി നമുക്ക് മനസ്സിലായി നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലവും നോക്കി നേരെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കോട്ടങ്ങ് ഇറങ്ങി നമ്മൾ ഫോട്ടോ എടുത്തു. ഇത് മൂന്നാർ ടൗണിലുള്ള ഒരു ഹൈഡൽ പാർക്കാണ്. വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ നമുക്ക് ഈവനിങ് ചെന്നൊരു 1-2 hours ഒന്ന് നടന്ന് വാക്ക് ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെയാണ്, ഒരു വലിയ ചിൽഡ്രൻസ് പാർക്ക്. നല്ല സ്പേഷ്യസ് ആണ്, ഒത്തിരി ഫ്ലവേഴ്സും നല്ല ഗ്രീനറീസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ നടന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്യില്ല, ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും. ഇതിനും എത്രയോ ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. 80 രൂപയാണ് ഒരാൾക്ക്, 2 അഡൾട്ടിന് 160 രൂപ. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈനിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കണ്ടീഷനും ഒക്കെ കണ്ടപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതെന്ന് എനിക്കൊരു കൺഫ്യൂഷനായി. അതുകൊണ്ട് ഞാനും അവളും അതൊന്നും കയറിയില്ല. എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബൊമ്മക്കുട്ടി എന്നെ കൊണ്ട് സമ്മതിച്ചില്ല കയറാൻ. അങ്ങനെ ഫോട്ടോ എടുത്ത് നമ്മൾ തകർത്തു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഹോട്ടലിൽ പോകാനാണെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. ഒത്തിരി ദൂരം എന്ന് വെച്ചാൽ ഒരു 1.25 മണിക്കൂറോളം എടുക്കും. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ മൂന്നാറിനോട് വിട പറഞ്ഞ് എല്ലാ കാഴ്ചകളും പിന്നെയും ഒന്നും കൂടെ വന്ന വഴി തന്നെ കണ്ട് മല ഇറങ്ങി തുടങ്ങി. അങ്ങനെ നമ്മൾ യാത്ര അവസാനിക്കുകയാണ്. ഇപ്പം നമ്മളൊരു യാത്ര ചെയ്ത് ഇങ്ങനെ കണ്ടൻറ്റൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഒരു എൻകറേജ്മെൻ്റ് ആയി. നമ്മളിനി നമ്മുടെ പുതിയ യാത്ര പുതിയ സ്ഥലത്തോട് നമ്മൾ തുടരും. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മളിത് തുടക്കക്കാരായതുകൊണ്ടാണ്. താങ്ക് യു.